ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ചിക്കൻ ഒന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ ഒരു മുറി തേങ്ങ ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിന് മുമ്പിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുറച്ചൊരു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ഇത്തിരി വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിപ്പിച്ചെടുക്കണം. നമ്മളൊരു കടയിലോട്ട് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇത്തിരി സവോള, നമ്മൾ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലിയാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ടൊന്നിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചിക്കൻ ഒന്ന് ഇട്ടിട്ട് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ചിക്കൻ ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചിട്ട് മസാലയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് അതും ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേകുന്ന സമയത്തിന് മസാലയൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ വേറെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ കറുവാട ഇല ഒരു 2-3 ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 2 കറുവപ്പട്ട, ഒരു ചെറിയ കഷ്ണം നമ്മളൊന്ന് 2-3 മുറിച്ച് വെച്ചിരിക്കുന്ന 3 തച്ചോല, ഒരു 4-5 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ട് ഈ തേങ്ങയുടെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തിരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വേണം തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ. നമുക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സ്ലോ ആയിട്ട് വെക്കണം. നമുക്കൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇപ്പം നമുക്കത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ഈ തേങ്ങയൊക്കെ നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ വറുത്ത് തേങ്ങയും മസാലയും എല്ലാം കൂടെ ഇതുണ്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുറുകിയിരിക്കുന്ന കറിയായിട്ട് എടുക്കില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ടൊമാറ്റോ ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ പുളിക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ മസാല ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് ഒന്നും കൂടി ഒന്ന് മൂടി വേവിപ്പിക്കണം. വെന്തതാണ് എങ്കിലും മസാലയൊക്കെ പീച്ചലൊന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരു 3 സ്പൂണ് തൈരും കൂടി ഒന്ന് ഉടച്ച് ഇതിനകത്തോട്ടൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊരു 4-5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പീസയിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 സ്പൂണ് തൈര് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിത്തിരി മല്ലിയില അരിഞ്ഞതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എരിവൊക്കെ കൂടുതൽ വേണ്ടിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല, നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തിനാണെങ്കിലും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.